കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജയ്സാൽമീർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ 10ഓളം ഡ്രോണുകളാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം തച്ചു തകർത്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പാകിസ്ഥാന്റെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായി നമ്മൾ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഈ പ്രദേശങ്ങളിൽ കാണുന്നത്. ഒപ്പം തന്നെ ഈ ഡ്രോൺ ആക്രമണങ്ങൾക്കൊപ്പം തന്നെ പൊക്രാനും ബാർമറും അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചും വരുന്നുണ്ട്. വലിയ രീതിയിൽ എന്തായാലും പാകിസ്ഥാൻ ഈ അതിർത്തി പ്രദേശത്തെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ യേശുന്നില്ല. അതൊക്കെ തന്നെ തച്ച് തകർക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാനം അതീവ ജാഗ്രതയാണ്. എല്ലാ പ്രദേശങ്ങളിലും ആ ജാഗ്രത ഉണ്ട് താനും. ഓരോ ആളുകളിലേക്കും അത്തരം കാര്യങ്ങൾ എത്തിക്കുന്നു. അതീവ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇവിടുത്തെ സർക്കാർ നൽകുന്നത്. ഇന്ന് രാവിലെ കൂടി ഇവിടുത്തെ സർക്കാർ ഒരു റിവ്യൂ മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ റിവ്യൂ മീറ്റിംഗിൽ ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഈ ഭജൻലാൽ ശർമ്മ മുഖ്യമന്ത്രി ഈ മീറ്റിംഗിന് ശേഷം പറഞ്ഞത്. ആ റിവ്യൂ മീറ്റിംഗ് തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് ഈ പ്രദേശമുള്ളത്. ഇതിനിടെ പലതരത്തിലുള്ള ഫേക്ക് ന്യൂസും സ്പ്രെഡ് ചെയ്യാൻ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഗുരുനാനാക്ക് സാഹിബിന്റെ ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി, അത് തകർത്തു, അതിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന തരത്തിലുള്ള തെറ്റായ വാർത്തകൾ, ഫേക്ക് വാർത്തകളൊക്കെ ഉണ്ടാവുന്നു. അതൊക്കെ തന്നെ PIB നിഷേധിച്ചുകൊണ്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്.